കാക്കനാട് വണ്ടർലേക്കടുത്ത് പള്ളിക്കരയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിനോട് ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയാണ് പള്ളിക്കര. അതുകൊണ്ട് പള്ളിക്കര ഡെവലപ്പ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. അവിടെ ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ട്, അതായത് 100 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നുള്ളത്. ഏകദേശം 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ നേരെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരികയാണ്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും ആണ് വന്നുള്ളത്. പോർച്ചിലേക്ക് തന്നെ ആദ്യം വരാം. അതിവിശാലമായിട്ടുള്ളൊരു പോർച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. പവർ പോയിൻ്റ്, സൈഡിലായിട്ട് ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്യുന്നത്. അതായത് വെയിലും മഴയും കൊള്ളാതെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോർച്ചിനകത്തുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. ഇത് വരുന്നത് വെസ്റ്റാണ്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. ഇതിപ്പോൾ സൗത്ത് സൈഡാണ്, സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. അപ്പം ഇവിടെയും വലിയൊരു വാഹനം ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഒന്നല്ല 3 വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അതായത് കിഴക്ക് വശത്തേക്ക് പോകാം. നമുക്ക് നടക്കാനുള്ള സ്പേസ് ധാരാളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇത് വടക്ക്, ഇത് കിഴക്ക്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വലിയൊരു വെല്ലാണ് എന്നുള്ളത്. അതിനെ പകുതിയാക്കി വെച്ചിരിക്കുകയാണ് നടക്കാനുള്ള സ്പേസോട് കൂടി. അപ്പോൾ നമുക്ക് പെരുമാറാനുള്ള സ്പേസ് ഉണ്ട്. വലിയ കിണറായതുകൊണ്ടാണ് ഇത് പകുതിയാക്കിയത്. നേരെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വീണ്ടും പോവുകയാണ്. ഇവിടെ ആയിട്ടൊരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് നേരെ വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. കൈ വീശി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. ഇതിന് മേലെയായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. 2 പീസ് ഡോറാണ് വന്നുള്ളത്. അപ്പം നേരെ അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ ലിവിങ്ങിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം വെസ്റ്റ് സൈഡും ഇത് വരുന്നത് സൗത്ത് സൈഡുമാണ്. സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയുള്ള ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി TV യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു PVC ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോവാണ്. വിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെയായിട്ട് ഡൈനിങ് ടേബിൾ ഇടാവുന്നതാണ്. ഒരു 6 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിലുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇത് വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ 2 പാളി ജനൽ വന്നിട്ടുണ്ട്. താഴെ സ്റ്റെയറിനടിയിലായിട്ട് ഇൻവേർട്ടറിൻ്റെ പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് അതും ഡിസൈൻ ചെയ്തുള്ളത്. നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കിച്ചണായിട്ടാണ് ചെയ്തുള്ളത്. ഇവിടെ ആയിട്ടൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിനെ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പോൾ ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. കിഴക്കോട്ട് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും സ്കോപ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. നോർത്ത് സൈഡിൽ 3 പാളി ജനൽ, ഈസ്റ്റ് സൈഡിൽ 2 പാളി ജനലുമാണ് വന്നത്. ധാരാളം പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈസ്റ്റിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറും വന്നിരിക്കുകയാണ്. അപ്പം നല്ലൊരു കിച്ചൺ തന്നെയാണ് കിട്ടിയുള്ളത്. കിച്ചൻ്റെ ടൈലിന് കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റ് ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തുള്ളത്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം.
ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് മിറർ സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ നിന്നും മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് സൈഡിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വെക്കാവുന്നതാണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ മിററോട് കൂടിയ ഒരു കബോർഡ് വന്നിട്ടുണ്ട്. അപ്പം ബാത്റൂമിലേക്ക് വരാം നമുക്കിനി. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. മിററിനുള്ളൊരു ഓപ്ഷനും ലൈറ്റിനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണോ എന്നുള്ളത് 3-way മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. PVC ഡോറാണ് ഇതിന് കൊടുത്തുള്ളത്. പിന്നെ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഏകദേശം ഒരു 10 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുമാണ്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടിയാണ്. അത്യാവശ്യം വീതിയുള്ള സ്റ്റെപ്സ് തന്നെയാണ് കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഈസി ആയിട്ട് കയറാം മേലേക്ക്. നല്ല സ്പേഷ്യസ് ആയുള്ള അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. ഇത് വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. 14 അടി നീളവും 11 അടി വീതിയുമാണ്. സീലിംഗിൽ LED ലൈറ്റുകൾ 4 LED ലൈറ്റുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. കബോർഡുകളൊന്നും തന്നെ ഇല്ല, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതിവിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണത്. ഏകദേശം ഒരു 12 അടി നീളവും 14 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇതിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫാൾ സീലിംഗിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് നമുക്ക് വരാം. വാഷ് ബേസിൻ, അതുപോലെ തന്നെ 3-way മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നമുക്കിനി ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടക്കാം. ഷീറ്റ് ഇട്ട് കവർ ചെയ്യാനുണ്ട്. ഇത്രയും സ്പേസ് യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഫുള്ള് റൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ് സ്ക്വയർ ട്യൂബിൽ ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. മേലെ ഫാൾ സീലിംഗിൽ പ്രൊഫൈൽ LED ലൈറ്റുകളും സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജാലി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ്. ഒരു നല്ലൊരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഈ ബാൽക്കണിക്കുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാൽക്കണിയോട് കൂടിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആക്സസ് ഉള്ളതും ബസ് റൂട്ടിനോട് വളരെ അടുത്തുമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2100 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. അപ്പോൾ ഇതിൽ 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വെൽ വാട്ടറാണ്. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. അത് ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.